ശിവന്റെ ഉഗ്രരൂപമായിട്ടുള്ള കാലഭൈരവനാണ് വാരണാസി നഗരത്തിനെ സംരക്ഷിക്കുന്നത് എന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം. ഈ കാലഭൈരവ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി കഴിഞ്ഞാൽ നമ്മളുടെ ദോഷങ്ങൾ മാറും, അതുപോലെ പാപമോചിതരാവും എന്നാണ് പറയപ്പെടുന്നത്. കാശിയിൽ വന്നിട്ട് മോക്ഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കാലഭൈരവന്റെ അനുമതിയും പ്രധാനമാണെന്നൊരു പുരാണ വിശ്വാസം കൂടെ ഉണ്ട് കേട്ടോ. രാവിലെ 5 മണിയാകുമ്പോൾ തന്നെ ഇവിടെ നട തുറക്കൂട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലാണ്. കാലഭൈരവൻ ഉഗ്രരൂപമാണെങ്കിൽ കാശി വിശ്വനാഥൻ ശിവന്റെ ശാന്തരൂപമായിട്ടാണ് കേട്ടോ കണക്കാക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും കൂവളത്തിന്റെ ഇല വെച്ചിട്ടാണ് പൂജ ചെയ്യല്. അത് കഴിഞ്ഞ് അവിടുത്തെ പൂമാലകൾ ഭക്തർക്ക് പൂജാരികൾ കൊടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ കിട്ടിയതാണ് എനിക്ക് ഈ പൂമാല. ഈ 2 അമ്പലങ്ങളിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കയറുന്നതിന്റെ മുന്നേ നമ്മൾ സേഫ് ആക്കിയിട്ട് അത് ലോക്കറിൽ വെക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് കണ്ട് തന്നെ അനുഭവിക്കണം ആ അമ്പലത്തിന്റെ ഒരു ഭംഗിയും ചൈതന്യവും. കാശിയിൽ വെച്ച് തന്നെ മരണപ്പെടുന്ന ആൾക്കാർക്ക് ഭഗവാൻ ശിവൻ തന്നെ മോക്ഷം കൊടുക്കും എന്നാണ് പറയപ്പെടുന്നത്.